കൊരട്ടിയിലെ വാഹനാപകടം കണ്ണീർക്കടലായി ഊന്നുകൽ ഗ്രാമം. വെള്ളിയാഴ്ച കൊരട്ടിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അഹന്ന 11, പിതാവ് ജയ്മോൻ 42 എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 9:45 ഊന്നുകൽ ലിറ്റിൽ ഫ്ലവേഴ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. വെള്ളിയാഴ്ച വെളുപ്പിന് ഊന്നുകലിൽ നിന്നും പാലക്കാട്ട് ഭാര്യ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ കൊരട്ടിയിൽ വെച്ച് വെളുപ്പിന് 5:30 കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയും തുടർന്ന് കാർ ഓടിച്ചിരുന്ന ജയ്മോനും മകൾ അഹന്നയും തൽക്ഷണം മരിക്കുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്ന ജയ്മോന്റെ ഭാര്യ മഞ്ജു 38, മകൻ ജോയൻ 13, ബന്ധുവായ അലൻ 17 എന്നിവർക്ക് പരിക്കുകളുണ്ട്. തുടർന്ന് മരിച്ച ജയ്മോന്റെയും മകൾ അഹന്നയുടെയും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോതമംഗലം ബസോലിയസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ എത്തിച്ചിരുന്നു. പരിക്ക് പറ്റിയ ഭാര്യ മഞ്ജുവിനെയും മൂത്ത മകൻ ജോയൻ, ബന്ധു അലൻ എന്നിവരെ കോതമംഗലത്തെ ബസോലിയസ് ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. രാവിലെ 9 മണിക്ക് അഹന്ന പഠിച്ച ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ അഹന്നയുടെയും പിതാവ് ജയ്മോന്റെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. സഹപാഠികളും നാട്ടുകാരും ടീച്ചേഴ്സും പൊതുപ്രവർത്തകരുമടക്കം വൻ ജനാവലിയാണ് നാടിന്റെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത്. കോതമംഗലത്ത് നിന്ന് ഇരുവരുടെയും ബോഡി തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന മഞ്ജുവിനെയും മകനെയും ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ കാണിച്ചതിനു ശേഷം 9:45 2 ആംബുലൻസുകളിലായി സ്കൂൾ അങ്കണത്തിൽ എത്തിക്കുകയായിരുന്നു. പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, സ്കൂൾ മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷിബു തെക്കുംപുറം, PT ബെന്നി, ഷിബു പടമ്പറത്ത്, ബാബു എലിയാസ്, മനോജ് ഗോപി, ബാബു പോൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ MK വിജയൻ, ഉഷാ ശിവൻ, സുഹറ ബഷീർ, സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ മാത്യു, PTA പ്രസിഡന്റ് ഷിജു ജോസഫ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ഊന്നുകൽ നമ്പൂരിക്കുപ്പിലെ വീട്ടിലെത്തിച്ച സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഇരുവരുടെയും മൃതദേഹം പോത്താനിക്കാട് പ്രാദേശിക സഭാ സെമിത്തേരിയിൽ 1 മണിയോടെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക്, ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക്, കുമ്പളങ്ങി വഴി.